ചീരപിടിയിൽ ഹൃദയം കലയുടെ പല വേഷങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു അതിഥി വ്യക്തിത്വത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. മിനി സ്ക്രീനിലും ജീവിതത്തിന്റെ നാനാഭാവങ്ങൾ വളരെ സുന്ദരമായി അവതരിപ്പിച്ച ഒരു അഭിനയ പ്രതിഭ. കലയും ജീവിതവും ഒരുമിച്ച് ഈ അഖിൽമാരാര് പറഞ്ഞ വിഷയം പ്രസവം ഒരു ഭയങ്കര ഈസി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ ചിലപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ എന്റെ അമ്മച്ചി തന്നെ വെള്ളം കുളത്തിന്ന് വെള്ളം കോരിക്കൊണ്ട് വരുന്ന വഴിക്ക് അമ്മച്ചിക്ക് വേദന വന്നു. കൊട അവിടെ വെച്ചിട്ട് ഗവൺമെന്റ് ആശുപത്രി പോയി പ്രസവിച്ച് തിരിച്ചു വന്നതാന്ന് പറയാം. അത് അന്നത്തെ കാലത്ത് ചിലപ്പോൾ ഈസി ആയിരുന്നിരിക്കണം. കാരണം എന്താന്ന് വെച്ചാല് അന്നത്തെ ആരോഗ്യനില അങ്ങനെയായിരുന്നു. നമുക്ക് അന്ന് വണ്ടിയുണ്ടോ, മുറ്റമടിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അമ്മിക്കല്ലൊരു മിക്സി ഉണ്ടോ, ഒരു സംവിധാനമില്ല. എല്ലാം മാനുവലി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളുടെ മസ്കുലിൻ കപ്പാസിറ്റി ഒക്കെ അതേപോലെ കൂടിയിട്ടുണ്ടായിരുന്നിരിക്കണം. അതുപോലെയല്ല ഇന്നത്തെ സാഹചര്യം. ഇന്ന് ജനിച്ചു വീഴുമ്പോൾ മുതൽ നമ്മൾ ഓരോ മെഷീനിലാണ്. നമുക്ക് ഒന്നിനുള്ള ആരോഗ്യമില്ല. പ്രസവിച്ച ഒരാളെന്ന നിലയ്ക്ക് പ്രസവം ഈസിയാന്നുള്ളൊരു കാര്യം പറയാനേ പാടില്ല. ഞാൻ പേടിച്ച് പ്രസവം നിർത്തിക്കളഞ്ഞ ആളാണ്, സീരിയസ്ലി. കാരണം എന്റെ സിസേറിയൻ ആയിരുന്നു. ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു. നല്ല സൗകര്യങ്ങളിലും ഒക്കെയാണ് പ്രസവിച്ചത്. പക്ഷെ ഈ പ്രസവം കഴിഞ്ഞിട്ട് നമ്മുടെ സിസേറിയൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ള വേദനയില്ലേ, ആ വേദന എന്റെ ജീവിതത്തില് സത്യം പറഞ്ഞാൽ പ്രസവിച്ച് കഴിയുമ്പോൾ മറക്കുമെന്ന് പറയും. എനിക്ക് ഇപ്പോഴും ആ വേദനയുണ്ട്. എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ശ്വാസം വിട്ടുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം ഡോക്ടർ വന്ന് നടത്തിക്കും നമ്മളെ. അതൊക്കെ ഇങ്ങനെ ഈ തത്വചിന്ത പറയുന്നവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ദൈവത്തെ ഓർത്ത് കൂടെ സഹജീവികളെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുക. പണ്ടെന്നോ കേട്ട കഥ, അരിയിടിക്കാൻ പോയ കഥ കേട്ട് ഇപ്പോഴും അരിയിടിക്കാൻ അവരുടെ വീട്ടിലുണ്ടാവും. അരിയിടിക്കുന്ന സംവിധാനം അവരുടെ വീട്ടിലുണ്ടാവും. കാരണം അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന ആൾക്കാരെ ഇതൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നാണ്. പിന്നെ പൊല്യൂഷൻ ഇല്ലാത്ത അന്തരീക്ഷം, മായമില്ലാത്ത ഭക്ഷണം, ഇതൊക്കെ കഴിച്ചൊരു തലമുറയെ നമ്മളെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണത്. അത്രയും മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ശരി. നമ്മളുടെ കഫേ ലോഞ്ചിങ്, കഫേ ബോക്സ് ഓഫീസിലാണ് നമ്മുടെ ലോഞ്ചിങ്. അപ്പൊ കഫേ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റൈറ്റ്.